അല്ല അതൊന്ന് പറയാമോ കുറിച്ച് പിന്നെ എങ്ങനത്തെ നാടോ ആണമ്പല നാടൻ വെളിച്ചെണ്ണയാണ് നമ്മൾ കൊടുക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കേരളത്തിൽ കൊപ്ര കുറവായതുകൊണ്ട്, അതായത് തേങ്ങയുടെ അവൈലബിൾ കുറവായതുകൊണ്ട് നമ്മളിപ്പം ഇതിൽ നിന്ന് എടുക്കുന്നത്, തിരൂരിൽ നിന്ന് എടുക്കുന്നത്. അപ്പം തിരൂരിൽ നിന്ന് എടുക്കുമ്പോൾ നല്ലൊരു നാടൻ സാധനം കിട്ടും. അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും. ഈ ഫുഡ് കഴിക്കുമ്പോൾ നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ ആയിരിക്കും കിട്ടുന്നത്. കയറാൻ പറ്റുമോ? നോക്കുന്നോ? നമ്മളെ അടുത്ത സുഹൃത്താ. ഇതില് നമ്മൾ ചൂടാക്കുന്നതല്ല, കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇതിലല്ലേ? ഇതിലൊരു ട്രേയിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കും. മുളകൊക്കെ കഴുകിയിട്ട് ഒരു എത്ര സെക്കൻഡ് എടുക്കും? 7-8 മണിക്കൂർ എടുക്കും. 8 മണിക്കൂർ എടുക്കും അല്ലേ? കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ. ഇത് മൊത്തം നല്ല ക്ലീൻ ചെയ്തിട്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ്. ചെരുപ്പിട്ടുകൊണ്ട് കയറുന്നതിന് വിഷമമുണ്ടോ? അവൈലബിൾ അല്ല. ഓക്കെ ബ്ലോഗ് ആയോണ്ടല്ലേ, സോറി. ആ സംഭവം നമ്മൾ പഴയ കാലത്തെ ഒരു സാധനമല്ലേ അത്? ഇപ്പോഴത്തെ പഴയ ആൾക്കാർക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്ന. ഓക്കെ, കൊള്ളാം. ഞാൻ ചോദിക്കാം, ഇവിടെയാണോ? ഇവിടെ നമ്മളെ എങ്ങനത്തെ നാടൻ വെളിച്ചെണ്ണയാ ഇവിടെ യൂസ് ചെയ്യുന്നത്? നമ്മൾ തിരൂരിനാണ് കൊപ്ര എടുക്കുന്നത്. നാടൻ കൊപ്ര. ഇതാണ് നമ്മുടെ തേജസ്. പറഞ്ഞോ. നാടൻ വെളിച്ചെണ്ണയാണ്. നാടൻ വെളിച്ചെണ്ണ ഒരു മങ്ങലൊക്കെ ഉണ്ടാവും. അത് റിഫൈൻ ചെയ്യുന്നില്ല. നാടൻ വെളിച്ചെണ്ണ അത് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുന്നത്. പ്യൂരിഫൈ ചെയ്യണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ 2 ദിവസം കഴിയാനടുത്ത് എടുക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് ഇരുന്നോളും. അല്ലാതെ നമ്മൾ ഫിൽറ്റർ ഒന്നും വയ്ക്കുന്നില്ല. പിന്നെ ഉരുക്ക് വെളിച്ചെണ്ണ ചെയ്യുന്നുണ്ട്. ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ തേങ്ങാപ്പാലിൻ്റെ തേങ്ങാപ്പാലിൻ്റെ എക്സ്ട്രാക്റ്റ് അതായത് തേങ്ങാപ്പാലിൽ നിന്ന് നമ്മൾ ഉരുക്കി ഉണ്ടാക്കുന്ന സാധനമാണ്. തേങ്ങാപ്പാലിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ് ഇട്ട് ചെയ്യുന്നത്. ഉരുക്കിയാണോ? തേങ്ങാപ്പാലെന്ന് പറഞ്ഞാൽ തേങ്ങ ചിരകിയിട്ട് അത് പാലെടുത്തിട്ട് അത് ഉരുക്കി എടുക്കുന്നതാണ്. നമുക്ക് ബാക്കിലോട്ട് തന്നെ പോയാലോ? എന്താണ്? ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് ഉള്ളിൽ കഴിക്കാം. എന്തൊക്കെ ഗുണങ്ങൾ? ഇത് ഒരുപാട് ഗുണമുള്ളൊരു സാധനമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ കഴിക്കാം. HD കൂട്ടിത്തരുന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഇതോ? ഓക്കെ, ഏറ്റവും നല്ലതാണ് ഇത്. ഇത് എവിടെ നിന്നൊക്കെ വരുന്നേ? ഈ മറ്റേ നമ്മളെ മുളക് പൊടി ഇത് അച്ചാറല്ലേ? ഇത് അച്ചാറാണ്. ഇത് ABC അച്ചാർ എന്ന് പറയുന്നത്. ആപ്പിള്, ബീട്രൂട്ട്, ക്യാരറ്റ്. അതാണ് ആപ്പിള്, ബീട്രൂട്ട്, ക്യാരറ്റ് രണ്ടും. അത് 3 ഫ്ലേവർ ചെയ്തിട്ട്. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി നാടൻ മഞ്ഞൾപ്പൊടിയാണ്. അതായത് നാടൻ മഞ്ഞൾപ്പൊടി അതിന് ചെറുതായിരിക്കും, പെൻസിൽ പോലെ ഇരിക്കുള്ളൂ. അതാണ് ഏറ്റവും നല്ലത്. കുറുക്കുള്ളത് നമ്മൾ ഏറ്റവും നല്ല ശരീരത്തിന് ഏറ്റവും നല്ല. ഇപ്പോഴത്തെ കാലത്ത് നാടൻ മഞ്ഞൾ പൊടി കിട്ടാണ് പാട്. ഇതിപ്പോൾ നമ്മൾ കർഷകരിൽ കൊണ്ടുവരുന്നത്. എങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയത്? ഇതിപ്പോൾ കർഷകരിൽ കൊണ്ട് ഞാൻ പിറവം പാമ്പാക്കുള എന്ന് പറഞ്ഞ സ്ഥലത്ത് വാങ്ങിച്ചിട്ട് നമ്മൾ പൊടിച്ചെടുക്കും. ഇവിടെ എത്ര നാളായി തുടങ്ങിയിട്ട്? ഇപ്പോൾ 2.5 വർഷമായി തുടങ്ങിയിട്ട്. ഇപ്പോൾ ഇത് സ്പൈസസിൻ്റെ ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു മാസം ആകുമ്പോൾ. ഇത് 3 ടീ ചെയ്യുന്നുണ്ട്. 3-4 ലിറ്റർ ടീ ആണ്. ട്രീ ആണ് എനിക്ക് 3-4 ടീ ആണ്. മാത്രമേ സറൗണ്ടിൽ കിട്ടുന്ന ഒരു തേയിലയാണ്. അത് എസ്റ്റേറ്റ്, ടാറ്റയുടെ എസ്റ്റേറ്റിൻ്റെയാണ്. അത് ചായയൊക്കെ കുടിക്കുന്നവർക്ക് വലിയ കംഫർട്ടബിൾ ആയിരിക്കും. ഞാൻ അങ്ങനെ ചായ കുടിക്കാത്ത ഒരാളാണ്. ഇത് ഗ്രാനൈറ്റ്സ് ആണ്. ഇതിന്റെ ടെസ്റ്റും ഉണ്ട്. പിന്നെ എന്തൊക്കെയുള്ള കുടമ്പളി ചെയ്യുന്നുണ്ട്. കുമരകത്തുനിന്നാണ് അത്. എൻ്റെ നാട് അവിടെയാണ്. കുമരകല്ല, വൈക്കം വേണ്ട നാട്. അപ്പം കുമരകത്തിന് എടുത്താണ്. അത് നല്ല പറഞ്ഞോ. ഇതാണ് നമ്മുടെ ബ്രാൻഡ് നെയിം.
തേജസ് എന്നാണ്. പക്ഷേ സ്പൈസസ് തുടങ്ങി കഴിഞ്ഞപ്പോൾ